ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലിറ്റിൽ വേൾഡ്. അപ്പോൾ ദേ നമ്മുടെ തേക്കിൻകാട് മൈതാനം ഫുള്ള് പ്രകാശപൂരിതമായിരിക്കുകയായിരുന്നു ശനിയും ഞായറും. അടിപൊളി ലൈറ്റിംഗ് ഷോ ആയിരുന്നു നമ്മുടെ തേക്കിൻകാട്ടിൽ നടന്നുകൊണ്ടിരുന്നത്. നിങ്ങൾ കാണാൻ മിസ് ചെയ്തോ, ശരിക്കും മിസ്സായിട്ടോ. കാരണം അത്രയും ഭംഗിയിലാണ് ഓരോ ലൈറ്റും സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ തിരക്ക് കാണണം. നമ്മൾ തൃശ്ശൂർ പൂരം, പുലിക്കളി അങ്ങനെ വരുമ്പോൾ മാത്രമാണ് നമ്മുടെ തൃശ്ശൂർ ഇങ്ങനെ കളറാവാറുള്ളൂ. പക്ഷേ ഇതാദ്യമായിട്ടാണ് തൃശ്ശൂർ ഇതുപോലെ കളറായിട്ട് ഞാൻ കണ്ടത്. പറയാൻ പറ്റില്ല, കാരണം അത്രയും അത് നല്ല ക്രൗഡും ഉണ്ടായിരുന്നു. അതേപോലെ നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ കിട്ടി ഞങ്ങൾക്ക്. ഞങ്ങൾ ഞായറാഴ്ചയാണ് പോയത് കേട്ടോ. ഞായറാഴ്ച ഒരു 9 മണിക്ക് പോയിട്ട് ഞങ്ങൾ 10 മണിക്കാണ് ഞങ്ങൾ റൗണ്ടിലെത്തിയത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ, 1 മണിക്കൂർ ബ്ലോക്ക് ഞങ്ങൾക്ക് കിട്ടി. അത് കഴിഞ്ഞതേ ഞങ്ങളിവിടെ എത്തി. ഞാനും അച്ഛനും അമ്മയും ചേട്ടനും ഞാനും കൂടിയിട്ടാണ് പോയത് കേട്ടോ. മക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം എല്ലായിടത്തും നല്ല അവിടെ പ്രൈസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതുപോലെ എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനം കൊടുത്തിട്ടുണ്ടായിരുന്നു. 10,000 റുപ്പീസാണ് സെക്കൻഡ് പ്രൈസ് എന്ന് തോന്നുന്നു. കാരണം ഞാനൊരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ 10,000 റുപ്പീസാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ചെക്കും അവരുടെ മൊമെൻറ്റോയും ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കണ്ടില്ലേ എല്ലാവരും അതെ റൊണാൾഡോ, മെസ്സി അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടുട്ടോ. എനിക്ക് അവരാരെന്നൊന്നും അറിയാത്ത കാരണം ഞാൻ പിന്നെ അധികം നോക്കാൻ പോയില്ല. അപ്പോൾ ഈ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോലെ അതുപോലെ തന്നെ നല്ല അടിപൊളി, എന്ത് രസമായിട്ടാണെന്ന്. ഇങ്ങനെ അടിപൊളിയായിട്ട് ഞാൻ ലൈറ്റ് ഷോ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അത്രയും ഇത് കാണാത്തവർ ശരിക്കും മിസ് ചെയ്തു എന്ന് തന്നെ പറയാം. അത്രയും അടിപൊളിയായിട്ടാണ് ലൈറ്റിങ്ങും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഇത് കണ്ടിട്ട് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞത് ഒരാഴ്ചയും കൂടി നീട്ടിക്കൊടുക്കാമായിരുന്നു അവർക്ക്, ഈ 2 ദിവസം കൊണ്ട് എന്താവാനാണ്. ഇത് പക്ഷേ നമുക്ക് ഈ കാലാവസ്ഥ അനുകൂലമല്ലാത്ത കാരണമാണെന്ന് തോന്നുന്നു 2 ദിവസം മാത്രമാണ് ഈ എക്സിബിഷൻ നീണ്ടു നിന്നുള്ളൂ കേട്ടോ. ഇനി അത് നീട്ടിയെങ്കിൽ നന്നായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. തിങ്കളാഴ്ച മണി കിട്ടിയെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കാണാൻ പറ്റാത്തവർക്ക് കാണാൻ നല്ലൊരു അവസരമായിരുന്നു. നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം എടുത്ത് നോക്കിയാൽ എല്ലാ തൃശ്ശൂരുകാരുടെയും ഒരു വീഡിയോയും ഫോട്ടോയും ഇതിന് ഉണ്ടായിരിക്കും. ഷുവറാണ്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ ലൈറ്റിങ്ങും കാര്യങ്ങളും അറേഞ്ച്മെൻറ്റ്സും ഇപ്പോൾ ഇത് പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയും മോളുമാണ് കേട്ടോ. അപ്പോൾ അവരറിയാണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. പിന്നെ വേറെ ഒന്നുമല്ല, ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയാണ് തിങ്കളാഴ്ച, അതായത് 29th. അപ്പം ഞങ്ങൾ ഞായറാഴ്ച സെലിബ്രേഷൻ കഴിഞ്ഞു. ഞാനും ചേച്ചിയും ഞങ്ങൾ ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 14th ആയ കാരണം ഞങ്ങൾ ആ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ ലൈറ്റിംഗ് ഷോ കാണാൻ വന്നിരിക്കുന്നത്. വരുന്നവർ ഫുള്ള് അതേ കുറേ പേര് എന്താ പറയുക, കുറേ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാൻ പറ്റി. കുറേ യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ നമുക്ക് പരിചയമില്ലെങ്കിൽ അത് അവരൊക്കെ കാണാൻ പറ്റി. ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കണമെങ്കിലും എനിക്ക് ആൾക്കാരൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അത്രയും ഏത് വീഡിയോയാണോ ലൈറ്റാണോ ഏതാണെന്ന് നോക്കണേന്ന് എനിക്ക് തന്നെ ഒരു കൺഫ്യൂഷനായിരുന്നു. അത്രയും അടിപൊളി, നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയിൽ ഇത് കാണാൻ പറ്റുമോ അത്രത്തോളം എൻ്റെ എഫേർട്ട് എടുത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം അത്രയും ഇഷ്ടപ്പെട്ടു. ഇത് എടുക്കാൻ വേണ്ടി ഞാൻ എന്താ പറയുക, ഈ രാത്രി പോകുന്ന സമയം എനിക്ക് രാത്രി ഇത് പോയില്ലെങ്കിൽ തന്നെ വളരെയധികം മിസ്സായേനെ കേട്ടോ. അത്രയും നല്ല ഗംഭീരമായിട്ടാണ്. കാരണം ഞങ്ങൾ ശനിയാഴ്ച പോകുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ശനിയാഴ്ച പിന്നെ എന്താ പറയുക, ഇൻസ്റ്റ തുറന്ന് നോക്കിയപ്പോഴാണ് ലൈറ്റിങ്ങിൻ്റെ ഈ മഹോത്സവം ഞാൻ കണ്ടത്. എന്തായാലും അതെ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത ആരായാലും അതെ അടിപൊളി പ്രോഗ്രാമായിരുന്നു. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അത്രയും എഫേർട്ടിലും അത്രയും ഭംഗിയിലുമാണ് ഓരോ സൈറ്റും ഓരോ സ്ഥലങ്ങളും അത്രയും ഇതിലൊക്കെ ഒരുക്കിയായിരുന്നു കേട്ടോ. തേക്കിൻകാട് മൈതാനം ഫുള്ള് എന്താ പറയുക, ഒരു ആഘോഷ പ്രതിനിധി തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ തൃശ്ശൂരുകാർക്ക് ഓണം, പൂരം, പുലിക്കളി അതൊക്കെയായിരുന്നു. പക്ഷേ ഈ മഹോത്സവം അതെ നമ്മുടെ തൃശ്ശൂരുകാർ നല്ല അടിപൊളിയായിട്ട് ഏറ്റെടുത്തേണ്ട അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ്. തേക്കിൻകാട് മൈതാനം ഫുള്ള് നല്ല ക്രൗഡ് ഉണ്ടായിരുന്നു. പിന്നെ അവിടെ വന്നവരിൽ ചിലർ പറഞ്ഞൊരു കമൻറ്റാണ്, എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം പുലിക്കളി പോലെ ഇവിടെയും ഒന്ന് ബ്ലോക്ക് ചെയ്യാമായിരുന്നു. അത് വളരെ നല്ലൊരു കാര്യമാണ്. റൗണ്ട് ഫുള്ള് ഒന്ന് ബ്ലോക്ക് ചെയ്യാമായിരുന്നു, നമുക്ക് വണ്ടി ഇല്ലാതെ വന്ന് കാണാൻ പറ്റുമായിരുന്നു എന്ന് അവിടെ വന്ന ചില കുട്ടികൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ലൊരു തോട്ടായിട്ട് തോന്നി. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ശരിക്കും ഒരു ലൈറ്റിങ്ങിൻ്റെ ഷോ നടത്തുകയാണെങ്കിൽ തന്നെ വണ്ടി ശരിക്കും ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ ഇതാണ് 10,000ൻ്റെ ഒരു ചെക്കാണ് അവർക്ക് പ്രൈസ് കിട്ടിയാണ്. ഏത് ഗ്രൂപ്പാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. വളരെ ഭംഗിയായിട്ടൊക്കെ അതൊക്കെ ഒരുക്കിയുണ്ട്. ഓരോ മരത്തിനും അതും അത്രയും നല്ല ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് നിങ്ങൾക്ക് എത്രത്തോളം ഭംഗിയിൽ കാണിക്കാൻ പറ്റുമോ അത്രയും ഭംഗിയിലാണ്. ഇത് കാണാൻ പോകാത്തവർക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ തൃശ്ശൂർ ജില്ലക്കാരുടെ പവർ ഒന്ന് കാണിച്ച് തന്നോളൂ. തൃശ്ശൂർ ജില്ലക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പവർ ഒന്ന് കാണിച്ച് കൊടുത്തോളൂ ഈ വീഡിയോയിലൂടെ. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും അധികം എഫേർട്ട് എടുത്ത് നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാം നടന്നിട്ട് ഞാനൊരു വീഡിയോ ഇടുമ്പോൾ തൃശ്ശൂരുകാരല്ലാണ്ട് പിന്നെ വേറെ ഏത് ജില്ലക്കാരെ വന്ന് സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂരുകാർ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണം കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു തമ്പെങ്കിലും ഇട്ടിട്ട് പൊക്കോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാൻ വേണ്ടി മാത്രമല്ല ഞാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയും ഭംഗിയിൽ എത്രയും എഫേർട്ട് എടുത്ത് ഞാൻ എൻ്റെ വീട്ടുകാരുടെ കൂടെ പോയിട്ട് അവരുടെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ. അത് വേറെ കേസ്. കാരണം അത്രയധികം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു കേട്ടോ. അതുകൊണ്ടാണ് മെയിനായിട്ട് അതേ കണ്ടില്ലേ, ആൾക്കാർ എല്ലായിടത്തും ചെല്ലുമ്പോൾ നമുക്ക് മൊബൈൽ ഫോണാണ് ആദ്യം കാണാൻ പറ്റുക.
ലൈറ്റ് അല്ല, അതിനൊക്കെ ഉള്ളിൽ മൊബൈൽ ഫോൺ നോക്കി പിടിച്ചിട്ടാണ് നമ്മുടെ ഒരു സിനിമയിൽ പറയില്ലേ, പ്രിൻസ് ആൻഡ് ഫാമിലിയിൽ പറയില്ലേ, ഒരു കമ്പ്യൂട്ടറിൻ്റെ മൊബൈലും വെച്ച് എല്ലായിടത്തും എത്തുന്ന പോലെയല്ലായിരുന്നു, ഓൺലൈൻ മീഡിയാസ് പോലെയായിരുന്നു എല്ലാം. അതേപോലെ നമുക്ക് ചെറിയ ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊരു ചെറിയൊരു ഡിസ്റ്റർബൻസ് ആയിട്ട് എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ലൈറ്റ് ഇങ്ങനെ നിൽക്കണം, കാരണം മഴ വരുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം കറണ്ടിൻ്റെ ഒരു പ്രവർത്തനമായ കാരണം. ഇതൊരു വേനൽക്കാലത്തൊക്കെ നടക്കുകയാണെങ്കിൽ അടിപൊളിയായേനെ, പക്ഷേ ഇത്രയും ഗ്രാൻഡ് ആവില്ല. കാരണം എന്താ വെച്ചാൽ വേനൽക്കാലത്ത് ഈ മരങ്ങളൊക്കെ ഉണങ്ങി നിൽക്കുകയാണല്ലോ. ഇതിപ്പോൾ നല്ല പച്ചപ്പും ഉണ്ട്, അതിൻ്റെ കൂടെ ഈ ലൈറ്റിങ്ങും കൂടി ആയപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ വേനൽക്കാലത്ത് പിന്നെ നമ്മുടെ തൃശ്ശൂരൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ പരിപാടി നടത്താൻ പറ്റില്ല. പിന്നെ നമ്മുടെ തൃശ്ശൂരുകാരൊരു വിഷമം എന്താ പറയുക, വെടിക്കെട്ടപ്പാടെ മറന്നു വരികയായിരുന്നു. പക്ഷേ ഇത് നല്ല ഗ്രാൻഡായിട്ട് എല്ലാവരും ആഘോഷിക്കണമെന്ന് എനിക്ക് മനസ്സിലായി. ഞങ്ങളപ്പോൾ എല്ലാം കണ്ട് അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് എല്ലാ ഭാഗവും നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും അതെ, കുറേ പച്ചക്കറിയൊക്കെ കാണാൻ പറ്റി, അതന്നെ വലിയ സന്തോഷം. നമുക്ക് എന്താ പറയുക, അടിപൊളിയായിട്ട് ഒന്നും പറയാനില്ല, എനിക്ക് ഒരൊറ്റ കുറ്റം പറയാനില്ല. 10-ലല്ല 100-ൽ 100 മാർക്ക് വേണമെങ്കിൽ കൊടുക്കാം. അത്രയും അടിപൊളിയായിട്ടാണ് ഓരോ പ്രോഗ്രാംസും അവർ കണ്ടക്ട് ചെയ്തത്. തൃശ്ശൂർ ഒരു പരിപാടി വെച്ചാൽ അത് വൻ വിജയമാവാൻ അത് തൃശ്ശൂരുകാരെ തന്നെ വിജയിപ്പിക്കും എന്നുള്ളത് ഷുവറാണ്. അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോയും നിങ്ങൾ തൃശ്ശൂരുകാരെ വിജയിപ്പിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റുള്ള ജില്ലക്കാരെ ഞാൻ കുറ്റം പറയില്ല. നമ്മുടെ തൃശ്ശൂർ തേക്കിൻകാട്ടിൽ ഇങ്ങനത്തെ ഒരു പരിപാടി നടന്നിട്ട് നിങ്ങൾ ആരും അത് ലൈക്ക് ചെയ്തില്ലെങ്കിൽ ഭയങ്കര മോശമല്ലേ? അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ ജസ്റ്റ് ഒരു തമ്പെങ്കിലും ഇട്ട് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലിൻ്റെ പേര് മറക്കരുത്, മൈ ലിറ്റിൽ വേൾഡ് എന്നാണ് എൻ്റെ പേര്. അപ്പോഴത്തേക്ക് കണ്ടില്ലേ, ലൈറ്റ് എന്ന് പറഞ്ഞാൽ പോരാ, നല്ല അടിപൊളിയായിട്ടാണ് എല്ലാം. എനിക്ക് കണ്ടിട്ട് തന്നെ കണ്ണ് എന്താ പറയുക മഞ്ഞളിച്ച്, ഇവിടേക്ക് നോക്കിയാലും അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെ നോക്കിയാലും ലൈറ്റ്, അതും പല വർണ്ണത്തിൽ, അതും നല്ല പല വർണ്ണത്തിൽ മാത്രമല്ല, നമ്മുടെ പുത്തമ്പള്ളിയിൽ പെരുന്നാളിനൊക്കെയാണ് ഞാൻ ലൈറ്റ് കണ്ടതാണ്. അമ്പു പെരുന്നാൾ അങ്ങനെയുള്ള പെരുന്നാളൊക്കെയാണ് ലൈറ്റ് കാണുന്നത്. പക്ഷേ ഇത്രയും ഗ്രാൻഡായിട്ട് ലൈറ്റ് അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓരോ കല്യാണത്തിനൊക്കെ ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന ഓരോ ആർച്ച് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എവിടെ നോക്കിയാലും എന്താ, എനിക്ക് ഇതിനെക്കുറിച്ച് ഒന്നും ഞാൻ നിങ്ങൾക്ക് പറയാനില്ല, കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ നിങ്ങൾക്കറിയാം. ഇത് കാണാത്തവരുണ്ടെങ്കിൽ ശരിക്കും, അതായത് ഇങ്ങനത്തെ എന്താ പറയുക, പ്രകൃതി ആസ്വദിക്കാൻ കഴിയുന്നവർ, ഈ ലൈറ്റ് ആസ്വദിക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ ശരിക്കും മിസ്സാക്കി ഈ ഷോ. പിന്നെ തൃശ്ശൂരും അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് 11 മണി വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പ്രോഗ്രാം. അത്യാവശ്യം നല്ല തിരക്കും ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 11 മണിയായ കാരണം തോന്നുന്നു 11 മണിക്ക് ശേഷം ഇപ്രാവശ്യം വെക്കും, കാരണം അത്രയധികം ആൾക്കാർ വന്ന് ഈ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലായിടത്തും കണ്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് തൃശ്ശൂർ നിന്ന് കത്തുകയാണ്, നല്ല രീതിയിൽ തൃശ്ശൂർ കത്തുക എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും അടിപൊളിയായിട്ടാണ് തൃശ്ശൂർ ഇങ്ങനെ അലങ്കരിച്ചത് തേക്കിൻകാട്ടിൽ. എന്തായാലും അതെ, ഇതേപോലെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോയൊക്കെ എടുത്തു. അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ. എന്തായാലും ഇത് കാണാത്തവർ ശരിക്കും മിസ് ചെയ്തു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നമ്മുടെ തേക്കിൻകാട്ടിലത്തെ ഈ പൂരം എന്തായാലും പൊളിച്ചില്ലേ മക്കളെ, എന്തിട്ടെൻ്റെ ഗടിയേ, ഇത് പൊളിച്ചില്ലേ നമ്മുടെ തൃശ്ശൂരുകാരനെ. തൃശ്ശൂരുകാർ നല്ല രീതിയിൽ അത് സപ്പോർട്ട് ചെയ്ത് വൈറലാക്കിയില്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടാണ്, കാരണം ഇന്ന് ക്ലാസ്സുള്ള കാരണം ഞങ്ങൾ നേരത്തെ വന്നു. താങ്ക് യു.